പ്രിയപ്പെട്ട ചീഫ് ഗസ്റ്റ് ശ്രീ NR പണിക്കർ സാർ, വൈസ് പ്രസിഡന്റ്, ഇമ്മീഡിയറ്റ് പാസ്റ്റ് പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ, ജോയിന്റ് സെക്രട്ടറി, GC മെമ്പേഴ്സ്, പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട KCS കുടുംബാംഗങ്ങൾ, ഇന്നത്തെ ഓണാഘോഷത്തിലേക്ക് നിങ്ങളെ എവരെയും ഹൃദയം നിറഞ്ഞ സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് നമ്മുടെ മുഖ്യാതിഥിയായ ശ്രീ NR പണിക്കർ സാർ ഇന്ന് നമ്മോടൊപ്പം ഉണ്ടാകുന്നത് വലിയൊരു സന്തോഷമാണ്. സാർ, അങ്ങയുടെ സാന്നിധ്യവും പിന്തുണയും ഞങ്ങൾക്ക് വളരെ വിലപ്പെട്ടതാണ്. ഓണം ആഘോഷിക്കാവുന്നത് പ്രത്യാശയും പുതുക്കലും നല്ലത് ദുഷ്ടയെ ജയിക്കുന്ന എന്ന മൂല്യങ്ങളും നമ്മൾക്ക് വീണ്ടും ഓർമ്മിപ്പിക്കാം. ഇവ നമ്മുടെ സമൂഹത്തിൽ മനസ്സിലടങ്ങിയിരിക്കുന്ന കാര്യങ്ങളാണ്. ഇന്നത്തെ പരിപാടിയിൽ നൃത്തങ്ങളും കളികളും പിന്നെ നമ്മുടെ സ്വന്തം കേരള സദ്യയും ഉണ്ടായിരിക്കും. ഇതിനുവേണ്ടി വളരെയധികം പരിശ്രമിച്ച സംഘാടക സമിതിക്ക് പ്രത്യേകം നന്ദി. എല്ലാവരും ചേർന്ന് ഈ ആഘോഷത്തിന്റെ സന്തോഷത്തിൽ മുഴുകി മനോഹരമായ ഓർമ്മകൾ ഉണ്ടാക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഓണത്തിന്റെ നിറങ്ങളും സന്തോഷവും നമ്മളെല്ലാവരും ഹൃദയസമൃദ്ധിയും ഐക്യവും നിറച്ചു തരട്ടെ. താങ്ക് യു. നമ്മൾക്ക് സ്വാഗതം അർപ്പിച്ച് ഇൻഡസ്ട്രി, presently Chairman and CEO of Axel Limited with IT services, visual media and realty as its business domains. He also served and is serving as the honorary President of the Malayali Club, the Heritage Club in Chennai. There is an entrepreneur in every person. Some live longing to be one and some take the plunge to become one. For those on the fence, this is a story that can make a difference. Inspired from the book, The Joy of Dreaming, An Entrepreneur's Journey, authored by him. Ladies and gentlemen, this is none other than our chief guest of the evening, Mr. NR Panikkar. Please put your hands together as we welcome him to deliver the Onam message. President Sri Joseph Jose and other office bearers and the elite audience who are here. നിങ്ങളെല്ലാവരും ഇവിടെ എത്തിയിരിക്കുന്നത് എൻ്റെ പ്രസംഗം കേൾക്കാനൊന്നുമല്ല, ഓണസദ്യ ഉണ്ണാനാണെന്ന് എനിക്കറിയാം. പിന്നെ ഞാൻ ഒരു പ്രസംഗകനുമല്ല. ഈ ഓണം പോലെയുള്ള ആഘോഷങ്ങൾക്ക് വിളിക്കേണ്ടുന്നത് നല്ലപോലെ സംസാരിക്കാൻ പറ്റുന്ന കഴിവുള്ള ചില ആൾക്കാരെയൊക്കെയാണ് വിളിക്കേണ്ടത്. എന്നാലും എന്നെ ഇങ്ങനെ നിങ്ങളുടെ ഗ്രൂപ്പിൻ്റെ ഒരു കാത്തലിക് സൊസൈറ്റിയുടെ ഓണാഘോഷത്തിന് ക്ഷണിച്ചതിൽ എനിക്ക് അഗൈതവമായ നന്ദി നിങ്ങളെ അറിയിക്കാനുണ്ട്. അതിന് ജോസഫ് ജോസിനോടും പിന്നെ എൻ്റെ തന്നെ കൊളീഗ്സായ ആൾക്കാരൊക്കെ ഉണ്ട്. എനിക്ക് എൻ്റെ ഫ്രണ്ട്സാണ് ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും തന്നെ. സോയി ജോസഫ് അതുപോലുള്ളവരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ എല്ലാവർക്കും നന്ദി. അപ്പം ഞാനിങ്ങനെ ഇന്ന് രാവിലെ മുതലാണ് ഇങ്ങനെ ഒരു ചടങ്ങിനെ പറ്റി ചിന്തിക്കാൻ തുടങ്ങിയത്. വൈകുന്നേരം ഇനി ഒരു ഓണത്തിന് ഗസ്റ്റായിട്ട് പോകണം. ഇത് മൂന്നാമത്തെയാണ്. ഇനി ഒരു 4 ലൈനിലുണ്ട്. അതായത് ഈ മലയാളി ക്ലബ്ബ് പ്രസിഡന്റ് ആയത് മുതൽ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ എന്നെ വിളിക്കും. പക്ഷേ എല്ലാവരോടും നോ പറയാനും പറ്റത്തില്ല. ചിലപ്പോഴൊക്കെ ഞാൻ ഒഴിവ് പറയും. പക്ഷേ ഇവിടെ വിളിച്ചവർ വളരെ വേണ്ടപ്പെട്ട ആൾക്കാരുടെ സംഘടനയാണ്. എനിക്ക് ഏറ്റവും അധികം ഇഷ്ടമുള്ള ചില ആൾക്കാരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഡോക്ടർ കുര്യൻ, എൻ്റെ അച്ഛൻ്റെ ഹൃദയം രക്ഷിച്ച ഡോക്ടർ കുര്യനും, എല്ലാവരും എൻ്റെ കമ്പനിയുടെ സെക്രട്ടറികൾ ജോലി നോക്കുന്ന സോയി ജോസഫും, എല്ലാവരും എൻ്റെ ആദ്യകാലത്ത് ആക്സൽ തുടങ്ങിയപ്പോൾ കമ്പ്യൂട്ടർ മേടിച്ച ശ്രീ ആൻഡോ തരപ്പനും
എല്ലാവരും പിന്നെ ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ നിങ്ങളോട് എനിക്ക് ഒരുപാട് നന്ദിയൊക്കെ ഉണ്ട്. പിന്നെ ഈ ഓണം എന്ന് പറയുമ്പോൾ എന്തായി പറയണ്ടേ, 70 കൊല്ലമായിട്ട്, അല്ലെങ്കിൽ ഒരു ഓർമ്മ വെച്ച നാള് മുതൽ 65, എനിക്ക് 71 വയസ്സായി. കഴിഞ്ഞ 10-60 കൊല്ലമായിട്ട് എല്ലാ വർഷവും ഓണത്തിനെ പറ്റിയുള്ള മെസ്സേജ് പലയിടത്തു നിന്നായിട്ട് കേട്ടോണ്ടിരിക്കുകയാണ്. നിങ്ങളും ഇതൊക്കെ കേൾക്കുന്നുണ്ടാകും. എല്ലാ വർഷവും ഓണാഘോഷം, ഓണത്തിനൊരു മെസ്സേജ്. അപ്പം ഞാനിങ്ങനെ വിചാരിക്കുമായിരുന്നു, എന്താണ് ഇവരോട് ഡിഫറൻ്റായിട്ട് എന്താ പറയുക എന്ന് ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു. അപ്പം അതുകൊണ്ട് ഞാൻ ഈ ഓണത്തിനെ പറ്റിയോ മഹാബലിയെ പറ്റിയോ ഒക്കെ പറഞ്ഞു നിങ്ങൾ കേട്ട് കേട്ട് മടുത്ത് കാണും. പക്ഷെ എന്നാലും ഓണം എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഒരുപാട് ഒരു യൂണിവേഴ്സൽ മെസ്സേജ് അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. അത് മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്നുള്ള ഒറ്റ വരിയാണ് ഈ ഓണത്തിനുള്ള യൂണിവേഴ്സൽ മെസ്സേജ്. എല്ലാവരും ഒന്നുപോലെ എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് മീനിങ് ഉണ്ട്. അതായത് ഒരു പാട്ട് തന്നെ ഉണ്ടല്ലോ, മാവേലി നാട് വാണിയിടും കാലം മനുഷ്യർ, അതിങ്ങനെ ഒരു പോകുന്നുണ്ട്. അതിലെല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. കള്ളമില്ല, ചതിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പക്ഷെ നമ്മൾക്ക് നാട്ടിൽ ജനിച്ച് ഇവിടെ ഇരിക്കുന്ന പലരും തന്നെ നാട്ടിൽ വളർന്ന്, നാട്ടിൽ ജനിച്ച് വളർന്നിട്ട് ഇവിടെ വന്ന് സെറ്റിലായ കുറേയെങ്കിലും പേര് ഇവിടെ ഇരിക്കുന്നുണ്ടായിരിക്കും, എന്നെ പോലെ തന്നെ. അപ്പോൾ നമുക്കൊക്കെ ഓണം എന്ന് പറയുന്നത് ഒരു നോസ്റ്റാൾജിയാണ് അല്ലേ, ഒരു അന്നത്തെ ഓർമ്മ. അതായത് 70-ാം വയസ്സിലോ 71 വയസ്സിലൊക്കെ അല്ലെങ്കിൽ 60 വയസ്സിലൊക്കെ പഴയ ഓണത്തിൻ്റെ ഓർമ്മ പുതുക്കുന്നത്, അതാണ് ഒരു പ്രത്യേകത ഈ എല്ലാ വർഷവും. പിന്നെ ഓണത്തിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുന്നതാണ്. അതായത് നാട്ടിലൊക്കെ എൻ്റെ കൊച്ചുനാളിൽ ഞാൻ കാണുന്നത് ഈ കാഴ്ചക്കൊല, നമ്മുടെ പിന്നെ നാട്ടിൽ ഈ കുടിയാന്മാരൊക്കെ ഉണ്ടാവും, അവരൊക്കെ ഏത്തക്കൊല കൊണ്ട് വീട്ടിൽ കൊണ്ട് കാണിക്കാൻ വയ്ക്കും ഓണം. അതൊരു നന്ദിയുടെ പ്രതീകമാണ്. അവർക്ക് സ്ഥലം കൊടുത്തിരുന്നു, അവരവിടെ കൃഷി ചെയ്ത് ജീവിക്കുന്നു, അവർ വന്നിട്ട് പിന്നെ ഒരു നന്ദി പ്രകാശിപ്പിക്കും. അപ്പം നമ്മളെന്ത് ചെയ്യും, നമ്മളുടെ ആൾക്കാർ അവർക്ക് പുതിയ ഡ്രസ്സ് മേടിച്ചു കൊടുക്കുന്നു. ശരിക്കും ഓണം എന്ന് പറയുന്നത് തന്നെ ഒരു നന്ദി പ്രകാശനമാണ്. അതായത് കൃഷിയാണ് ഇതിൻ്റെയൊക്കെ എല്ലാ ഫെസ്റ്റിവൽ എടുത്തു നോക്കിയാലും കൃഷി നടത്തി, അന്ന് കൃഷി മാത്രം ഉണ്ടായിരുന്ന കൃഷിയിൽ നിന്ന് നല്ല വിളവെടുപ്പ് കിട്ടണമെങ്കിൽ ദൈവത്തിൻ്റെ സഹായം വേണം. അപ്പം ദൈവത്തിനോട് നമ്മൾ നന്ദി പറയുകയാണ്. പിന്നെ ഈ മഹാബലി എന്ന് പറയുന്നത് ഒരു മിത്താണ്. മഹാബലി എന്ന് പറയുന്നത് ഒരു മിത്താണ്. യു കനോട്ട് ഒരാൾ പുഷ് ചെയ്ത് പാതാളത്തിലേക്ക് ആക്കാനൊന്നും പറ്റത്തില്ല. അപ്പം അതൊരു മിത്ത്. എന്തിനാണ് ആ മിത്ത് ഉണ്ടാക്കിയിരിക്കുന്നത്? നമ്മൾ ഭാവിയിൽ വരാൻ പോകുന്ന നല്ല കാലത്തെ പറ്റിയൊക്കെ ചിന്തിക്കുകയാണ്. പിന്നെ ഒരു മെസ്സേജ് പറയുന്നു, എത്ര വലിയവനായാലും അഹങ്കാരം പാടില്ല. ശരിക്കും മഹാബലി ഒരു തെറ്റും ചെയ്തിട്ടില്ല. മഹാബലി തെറ്റ് ചെയ്തെന്ന് ഇവർ വരുത്തിക്കൂട്ടിരിക്കുകയാണ്. മഹാബലി പറഞ്ഞു, ഓക്കെ എനിക്ക് ഇത്രയും സ്ഥലം വേണമെന്ന് പറഞ്ഞപ്പോൾ പുള്ളിയുടെ അഹങ്കാരം കൊണ്ട് അങ്ങ് സമ്മതിച്ചു. പക്ഷെ ദൈവത്തിൻ്റെ കുരുട്ടുബുദ്ധി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം അസുരനായിരുന്നു. അപ്പം വളർന്നു വലിയതായി കഴിഞ്ഞാൽ ലോകവും ഈ 14 ലോകവും സ്വർഗവും ഒക്കെ കൈയടക്കുമെന്നുള്ള പേടി കൊണ്ടാണ് മഹാവിഷ്ണു അവതരിപ്പിച്ച് അങ്ങനെ ഇല്ലാതാക്കി. അപ്പം അതൊരു കഥ. പക്ഷേ അതിൽ പറയുന്നതുണ്ട്, നമ്മൾ എത്ര വലുതായാലും എത്ര നല്ല ആളായാലും വി ഷുഡ് ബി ഡൗൺ ടു എർത്ത്. നമുക്ക് ആകാരം പാടില്ല, ഇതെല്ലാം ഞാൻ ചെയ്തു തരാമെന്നൊന്നും പറയാനുള്ള കാര്യമൊന്നും ചെയ്തുകൂടാ എന്നൊരു പാഠം കൂടി അതിൻ്റെ അകത്തുണ്ട്. അപ്പം നമ്മൾ എപ്പോഴും നല്ല ഒരു ആളായിട്ടും അഹന്തയില്ലാതെയും ഡൗൺ ടു എർത്തായിട്ടും ജീവിക്കുന്നതാണ് നമുക്ക് വേണ്ടത് എന്ന് പറയുന്ന ഒരു നന്മയുടെ പാഠം ഇതിലുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ ഉണ്ടെങ്കിലും ഐ മെയിൻറ്റെയിൻ ദാറ്റ് ഹ്യൂമിലിറ്റി
ഞാൻ ഈ ഓണത്തെ പറ്റി പറയുമ്പോഴത്തേക്കും ഞാൻ പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ അച്ഛനൊരു തയ്യൽക്കാരനായിരുന്നു. അപ്പോൾ ഈ തയ്യൽക്കടയിൽ പോയി പിന്നെ അച്ഛൻ തച്ച് ആ കാശ് കൊണ്ടാണ് ഞാൻ സ്കൂളിൽ പോയതും അതിൻ്റെ. അപ്പോൾ അച്ഛൻ നമ്മൾ ചുമതല എന്തുവാ, അച്ഛനെ സഹായിക്കണം. അപ്പോൾ 6 വയസ്സുള്ളപ്പോൾ അച്ഛൻ എന്നെ സൂചിയിൽ നൂല് കോർത്ത് ബട്ടൺ ഹോളൊക്കെ ഉണ്ടാക്കാൻ പഠിപ്പിച്ചു. അപ്പോൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. സ്കൂളിൽ ഒന്നാമനാണെങ്കിലും ഈ ജോലിയൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ അവൻ കടയിലെ പ്രധാന 3rd തയ്യക്കാരൻ ഞാനാണ്. അതായത് ഫസ്റ്റ് അച്ഛൻ തയ്ക്കും, അച്ഛനോട് നാട്ടിലൊരു നല്ല തയ്യക്കാരനായിരുന്നു. പക്ഷേ സെക്കൻഡ് ഒരു അസിസ്റ്റൻ്റ് ഉണ്ട്, 3ാമത്തെ ആൾ ഞാനാണ്. അപ്പോൾ ഞാൻ ഇതൊക്കെ ചെയ്യും. എന്തിനാ ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ അറിയാം, ഇതൊക്കെ ചെയ്യണം, നമുക്ക് ചില പ്രയോജനമുണ്ട്. അച്ഛനെ സഹായിച്ചാൽ കിട്ടുന്ന ചില ഇൻസെൻറ്റീവ്സ് ഉണ്ട്. പൈസ ഒന്നും തരത്തില്ല, ഫ്രീ ആയിട്ട് ചെയ്യണം. ഓണക്കാലത്ത് അന്ന് റെഡിമെയ്ഡ് ഡ്രസ്സൊന്നുമില്ല, പക്ഷേ നാട്ടിലുള്ള എല്ലാവർക്കും പുതിയ ഡ്രസ്സ് ഇടണം ഓണത്തിൻ്റെ അന്ന്. അതൊരു വലിയ ഇമ്പോർട്ടൻ്റ് ആണ്, പുതുമോടി പുതിയ ഡ്രസ്സ്. അപ്പോൾ പോയി ചേർത്തലയിൽ പോയിട്ട് ടൗണിൽ പോയിട്ട് എല്ലാവരും ഈ പാവപ്പെട്ട ആൾക്കാരാണ് വില്ലേജിലൊക്കെയുള്ള, പട്ടണക്കാടെന്ന് പറയും. അപ്പോൾ അവരെല്ലാവരും എങ്ങനെയെങ്കിലും കാശുണ്ടാക്കി പുതിയ തുണി മേടിക്കും. ഈ തുണിയും മേടിച്ചിട്ട് പിള്ളേച്ചൻ, അച്ഛൻ്റെ പേര് നാരായണ പിള്ള എന്നാണ്, ഇപ്പം പിള്ളേച്ചൻ്റെ കടയെ കൊണ്ട് കൊടുക്കും. എല്ലാവർക്കും ഓണത്തിൻ്റെ തലേ ദിവസം ഈ പുതിയ ഡ്രസ്സ് കിട്ടണം. ഈ നാട്ടുകാരന് മുഴുവൻ ഡ്രസ്സ് തയ്ക്കാനുള്ള കഴിവില്ല, എങ്ങനെ തയ്ക്കും ഒന്നും. പക്ഷേ അത് ചെയ്തേ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാനും അച്ഛനും കൂടെ ഒരു മാസം അല്ലെങ്കിൽ ഒരു 2-3 ആഴ്ചയെങ്കിലും പിന്നെ ഉറങ്ങാതിരുന്ന തയ്യൽ. അപ്പോൾ ഈ തയ്ക്കലാണ്. അപ്പം അത് അന്ന് ചേർത്തലൊക്കെ കൂടെ എറണാകുളം കണ്ണൂർ ഡീലക്സ് ബസ്സൊക്കെ റിലീസ് ചെയ്ത സമയം. അപ്പം 3:30 മണി 4 മണിക്കാണ് ഡീലക്സ് ബസ് പോണവരെ നമ്മൾ കട ഇങ്ങനെ തുറന്നു വെച്ചിട്ട് തച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എന്തിനാ ഞാനിത്, നമ്മൾ സ്കൂളിൽ പഠിക്കുന്നതാണ്, പക്ഷേ അവനൊരു പ്രയോജനമുണ്ട്. ഓണത്തിൻ്റെ അന്ന് രാവിലെ, ഇപ്പം കടയിൽ നിന്ന് ഇറങ്ങണത് എപ്പോഴാണ്, ഓണത്തിൻ്റെ അന്ന് രാവിലെ ഒരു 10 മണിയാകുമ്പോഴത്തേക്കാണ് കടയിൽ നിന്ന് ഇറങ്ങണത്. അതുവരെ ജോലിയാണ്. അപ്പോൾ വീട്ടിൽ പോയിട്ട് അമ്മ പായസം ഉണ്ടാക്കി വെച്ചിരിക്കും, അതൊക്കെ എടുത്ത് കുടിച്ച് എന്തെങ്കിലുമൊക്കെ ഉപ്പേരിയൊക്കെ തിന്നിച്ചു. അടുത്തതിൻ്റെ റിക്വയർമെൻറ്റ് എന്താണ്, പണ്ട് കാലത്ത് സിനിമാ മോഹം ഉണ്ടായിരുന്നു. എനിക്ക് സിനിമ കാണണം, പക്ഷെ പൈസ തരത്തില്ല. അപ്പോൾ 25 പൈസ ഈ ഒരാഴ്ച 2 ആഴ്ച അച്ഛൻ്റെ കൂടെ ഉറക്കളച്ചിരുന്ന് ഈ തയ്ക്കാൻ സഹായിച്ചതിനുള്ള പ്രതിഫലം 25 പൈസ അച്ഛൻ പിന്നെ ഈ ഓണത്തിൻ്റെ അന്ന് രാവിലെ ഞാൻ പറയും എൻ്റെ പൈസ എന്ന് പറയും, 25 പൈസ. ഈ 25 പൈസയും കൊണ്ട് ചേർത്തലയിൽ ഒരു തിയേറ്ററുണ്ട്, ഭവാനി തിയേറ്റർ എന്ന് പറയും. ഇത് കഴിച്ച ചോട്ടമാണ്, പുതിയ സിനിമ റിലീസ് ചെയ്യും. അത് 3 മണിക്കാണ് അന്നത്തെ മാറ്റിനി. അതിൽ പോയി ഇടിച്ച്, അവിടെ അന്ന് ഈ ഹോളുണ്ട്, ടിക്കറ്റ് എടുക്കണമെങ്കിൽ ഒരു ഹോളുണ്ട്, അതൊക്കെ ഹോളിലേക്ക് കൈയിടണം, കയ്യിൽ തൊലിയൊക്കെ പോയി ഭയങ്കര തിരക്കായിരിക്കും. അപ്പം അവിടെ പോയി ആ ഒരു സിനിമ, അത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. അന്നൊക്കെ ഈ പിന്നെ അവിടെ തിയേറ്ററിൽ ഓടുന്ന ഈ ഉദയയുടെ സിനിമയായിരുന്നു. ഏത് ഇതില്ല, കണ്ണ ആരോമലുണ്ണി കണ്ണ, ചിലപ്പോൾ ലേറ്റായിട്ട് അവിടെ എത്താൻ. അപ്പോൾ ഈ പാട്ടൊക്കെ കേട്ട് അവിടെ പോയിട്ട് പിന്നെ രാത്രി വന്നിട്ട് നാട്ടുകാരുടെ കൂടെ പിന്നെ തുമ്പിതുള്ളലും ആഘോഷമൊക്കെ ആയിട്ട് കഴിഞ്ഞു കൂടിയ ഒരു കാലമുണ്ടായിരുന്നു. ആ കാലം എവിടെയോ മറന്നു. ഇപ്പോൾ ആലോചിക്കുമ്പോൾ അതൊക്കെ ഒരു രസമായിരുന്നു. പോയി കൊട്ടകയിൽ പോയി ഒരു സിനിമ കാണുക, ഉണ്ണീന്ന സിനിമ കാണുക, അതൊക്കെ ഒരു വലിയൊരു ഇതൊന്നുമില്ല. പക്ഷേ ആ ഒരു കൂട്ടായ്മ അന്നൊക്കെ ഉണ്ടായിരുന്ന കുട്ടികളുമായിട്ട് ചേർന്നിട്ട് പൂ പറിക്കാൻ പോവുക. തുളസി, ഇപ്പം നാട്ടിൽ പോയാൽ തുളസി കാണാനില്ല. ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം പോയപ്പോൾ പിന്നെ തുളസിയല്ല, തുമ്പപ്പൂ കാണുന്നില്ല.
അവിടെ പൂക്കളൊക്കെ വളരെ കുറവാണ്. എല്ലാം ചേർത്തല ടൗണിൽ പോയി തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പൂക്കൾ മേടിച്ചിട്ടുണ്ട്. പണ്ടൊക്കെ ഞങ്ങളിങ്ങനെ നടന്ന് പിന്നെ നാട്ടിൻപുറത്തൊക്കെ നടന്ന് പൂവൊക്കെ കൊണ്ടുവന്ന് ഇതുപോലെ പൂക്കളൊക്കെ ഇട്ടുകൊണ്ടിരുന്നു. ഇപ്പോൾ അതെല്ലാം പോയി. അപ്പം നമ്മളിപ്പോൾ ഇനിയുള്ള കാലം ഇതെല്ലാം ഓർത്തിരിക്കുക, ഇങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ഓണത്തിൻ്റെ നന്മ അത് മനസ്സിൽ കൊണ്ടു നടക്കുക. എന്നെന്നും നമ്മൾ പാവപ്പെട്ടവരെയും നമ്മളുടെ കൂടെ ചേർത്ത് അവരുടെ അവരുടെ പ്രോഗ്രസ്സിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യണം എന്നുള്ളത് മാത്രം. ആ വില്ലേജിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം ചോദിക്കറിയാം, ഞാനൊരു ആക്സൽ ഫൗണ്ടേഷൻ തുടങ്ങി ചേർത്തല എൻ്റെ വില്ലേജ്. ഈ 6 കൊല്ലത്തിന് മുമ്പ് ഇരുന്ന ഹെഡ് മിസ്ട്രസിൻ്റെ റൂം തന്നെയാണ് ഇപ്പോഴും അവിടുത്തെ ഹെഡ് മിസ്ട്രസ് റൂം. 100 കൊല്ലമായ പഴക്കമുള്ള കെട്ടിടം പോലും പൊളിച്ചളഞ്ഞിട്ടില്ല. അതാണ് കേരള ഗവൺമെൻറ്റിൻ്റെ ഈ ഓണാഘോഷം നടത്തും വലിയ, എന്നാൽ സ്കൂളിൽ കെട്ടിടം പണിത് കൊടുക്കത്തില്ലായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് ഏറ്റെടുത്തിട്ട് പറഞ്ഞു എല്ലാം ഫ്രീ ആയിട്ട് നാട്ടിൽ ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് എല്ലാം ഞാൻ പറഞ്ഞു കുട്ടികൾക്ക് എല്ലാം ഫ്രീ ആയിട്ട് ഇനി കൊടുക്കുക, അതിനുവേണ്ടി ഞാൻ സപ്പോർട്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് 2 ബസ്, കമ്പ്യൂട്ടർ സെൻറ്റർ, CCTV എല്ലാം വെച്ച് കൊടുത്തു. അപ്പോൾ ഇതൊക്കെ നമ്മൾ മറക്കാതിരിക്കുക, പഴയ കാര്യങ്ങളും മറക്കാതിരുന്നാൽ അത് ഈ രാജ്യത്തിന് ഉണ്ടാകുന്ന നന്മയായിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. സർ, ആ പറഞ്ഞ സ്കൂള് ഉഴുവ ഗവൺമെൻറ് സ്കൂളാണെന്നും കൂടി ഞാൻ പറയുന്നു. വളരെ സന്തോഷം. May I request Mini to present a small memento to our chief guest? Respected President, Mr. Joseph Jose, Chief Guest of this day, Mr. N.R. Panicker, and my fellow office bearers of Kerala Catholic Society, on behalf of the Governing Council, I would like to express our sincere thanks to our Chief Guest of this day, Mr. N.R. Panicker, who so obliged to be part of our Onam celebration. Mr. N.R. Panicker, during his Onam message, so beautifully brought his nostalgic memories, bringing back his humble beginning and the hard work which has brought him today to this great stage. Our Malayali club, in fact, was going through a real tough phase. He took charge as the president, and after taking charge, he's beautifully turned around the club, for which he really deserves a big round of applause. I would also like to thank each and every one of the office bearers who supported us in making this a very colorful event. And moreover, I would like to thank our ladies wing, who would be presenting a wonderful dance, and also the youth wing, who always bring us the memories of
Mahapali, Vamana and all the Puli Kali. So looking forward for a wonderful time together, and I would like to thank each and every one of you for being part of this colorful celebration. Thank you all once again. വിഭവം
വേണം.
ശ്രമിക്കുകയാണ്. നിങ്ങളിവിടെ ഇരുന്ന് ചുമ്മാ കാണുക. നല്ലൊരു കയ്യിലാവട്ടെ. പ്രായമായി ഞങ്ങൾ കുറെ കഷ്ടപ്പെട്ടാണ് കളിച്ചത്. Anyway, may I request the President to honor all the participants. Please. തിരുവാതിരയുടെയും ഗ്രൂപ്പ് ഡാൻസിന്റെയും പാർട്ടിസിപ്പൻസ് ഒന്ന് സ്റ്റേജിലേക്ക് വരണം. നമ്മുടെ മഹാബലി വാമനനും കുട്ടിപ്പുലിയും ഒക്കെ റെഡിയായി നിൽക്കണം അടുത്തതായിട്ട് സ്റ്റേജിൽ കയറാൻ. Individual, the guest of honor for the day, guest, Dr. Mohan. Please put your hands together, ladies and gentlemen. As long as I'm in Chennai, I would be here for all the KCS functions. Okay, അപ്പോൾ എല്ലാവരും റിക്വസ്റ്റ് പ്രകാരം ഒരു ഓണപ്പാട്ട് പാടാം. ട്രാക്ക് ഡൗൺലോഡ് ചെയ്യുന്നില്ല, അപ്പോൾ ഞാൻ ട്രാക്കില്ലാതെ തന്നെ ഓഫ് ഹാൻഡായിട്ട് എങ്ങനെ പാടാം. ഓക്കെ, മൈ ഫേവറേറ്റ് സോങ്. ഓണപ്പൂവേ പൂവേ പൂവേ ഓമൽ പൂവേ 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 നീ തേടും മനോഹര തീരം ദൂരെ മാടി വിളിപ്പൂ ഇതാ ഇതാ ഇതാ
ഓണപ്പൂവേ പൂവേ പൂവേ ഓമൽ പൂവേ 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 നീ തേടും മനോഹര തീരം ദൂരെ മാടി വിളിപ്പൂ ഇതാ 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 വിണ്ണിൽ ദിവ്യശംഖുലികൾ മണ്ണിൽ സ്വപ്നമഞ്ജരികൾ വിണ്ണിൽ ദിവ്യശംഖുലികൾ മണ്ണിൽ സ്വപ്നമഞ്ജരികൾ കവിതൻ സാരിക കളമൊഴിയായി നറുതേൻ പൊഴിയും തീരമിത ഓണപ്പൂവേ പൂവേ പൂവേ ഓമൽ പൂവേ 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 നീ തേടും മനോഹര തീരം ദൂരെ മാടി വിളിപ്പൂ ഇതാ 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 വില്ലും വീണ പൊൻതുടിയും പൊള്ളോ പെണ്ണിൻ മൺകുടവും വില്ലും വീണ പൊൻകുടിയും പൊള്ളോ പെണ്ണിൻ മൺകുടവും സ്വരരാഗങ്ങളിൽ ദുരുകി വരും അമൃതം പകരും തീരമിത ഓണപ്പൂവേ പൂവേ പൂവേ ഓമൽ പൂവേ 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 നീ തേടും മനോഹര തീരം ദൂരെ മാടി വിളിപ്പൂ ഇതാ ഇതാ ഇതാ. താങ്ക് യു. പാട്ട് പാടണമെന്ന് പറഞ്ഞു എന്നെ വിളിച്ചു. ഞാൻ സ്ഥിരം പാട്ടൊന്നും പാടാറില്ല. പണ്ടെന്നോ പാടിയിട്ടുണ്ടെന്ന് നാട്ടുകാർക്കറിയാം. അതുകൊണ്ട് വെച്ചാൽ പറയുന്നത്. അപ്പോൾ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. ട്രാക്കൊന്നും ഇല്ല. വെറുതെ എന്തെങ്കിലും ഒന്നും പാടാം. പണ്ട് കാലം താമസമെന്തേ വരുവ താമസമെന്തേ വരുവ പ്രാണസഖി നിന്റെ മുന്നിൽ താമസമെന്തേ അനയ പ്രേമമയി എന്റെ മുന്നിൽ താമസമെന്തേ വരുവ ഹേമന്തയാമിനിതൻ പൊൻവിളക്ക് കൊഴിയാറാ. ഗെയിംസ് നടത്തുന്ന ഇവിടുത്തെ ബ്യൂട്ടിഫുൾ ലേഡീസ് ആണ്.
Queen of the Arabian Sea, Kochi is out, bombed. Kozhikode, where we get yummy biryani, is bombed. തൃശ്ശൂർ പൂരം നടക്കുന്ന നാട്ടിലൊരു ബോംബ്. കൊച്ചിക്കാർ പോട്ടെ, ബോംബ്. തലസ്ഥാനത്ത് ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ പോ. Now the remaining participants. എല്ലാവരും കൈവെച്ച് പിടിക്കാൻ പറ. No holding the person in front of you. No holding the person behind you also. Hands out. Everyone's hands out. If someone holds it, you have to start from the beginning.
your head does not cover it. DJ music. Video. Say something. 5 days you will be on YouTube. Hello, video no forward ka. Stage is open for dance, guys. The video. Hi. Good job. Nice film. Auntie Kutti. Auntie Kutti മാത്രമല്ല. Auntie Kutti മാത്രമല്ല. Let me see. Video. Correct.
സർവ്വതുമിയും അനുരാഗ